മുടിയൻ പുത്രൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഇളയ പുത്രനെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവന് സുബോധമുണ്ടായി. സുബോധമുണ്ടാക്കിയതല്ല, സുബോധമുണ്ടായി. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായി, കഷ്ടമുണ്ടായി, അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെയായി, മൃഗത്തെ പോലെയായി. പക്ഷേ ആ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് സുബോധമുണ്ടായി. അപ്പോൾ സുബോധം ഉണ്ടാകണം. സഭയിലെ കുറേ ആൾക്കാർക്ക് പിടിച്ചിരിക്കുന്നൊരു രോഗമാണ് സുബോധമില്ലായ്മ. അതുണ്ടാക്കാൻ മറ്റുള്ളവർ നോക്കും, വശീകരിക്കപ്പെടും. അത് രോഗം പകരാൻ കാരണമാകുമെന്നുള്ള അല്ലാതെ വേറൊരു ഗുണമില്ല. സുബോധം ഒരുത്തനില്ലെന്ന് കണ്ടാൽ അവനെ ഉണ്ടാക്കാൻ നോക്കണ്ട, പ്രാർത്ഥിക്കുക. കാരണം സുബോധമില്ലാത്ത ഒരുത്തനോട് എത്ര പറഞ്ഞാലും അവൻ കേൾക്കില്ല. അവനോട്, പ്രത്യേകിച്ച് ഒരു സഭാംഗത്തോട് അവൻ കേൾക്കണമെങ്കിൽ അവനോട് ദൈവം തന്നെ പറയണം. ദൈവം പറഞ്ഞാൽ കേൾക്കും. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് അരുളപ്പാടിൻ്റെ ശക്തിയാൽ അവൻ വിടുവിക്കപ്പെടും. പേഴ്സണലായിട്ട് ദൈവം അവരോട് സംസാരിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള അല്ലാതെ വേറൊന്നും ചെയ്യരുത്. കാരണം മനുഷ്യൻ്റെ ഈഗോ സത്യത്തിന് കീഴടങ്ങാൻ സമ്മതിക്കില്ല. പക്ഷെ ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് ഏത് മലയും കീഴടങ്ങും, ഏത് സമുദ്രവും അവിടുത്തെ മുമ്പിൽ വഴിമാറും.